എൽ ചേർന്ന ചെയർമാൻ സാബു എം ജേക്കബിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 2020 പാർട്ടിയിൽ രാജി തുടരുന്നു. വടവുകോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദ്, ഐക്കരനാട് പഞ്ചായത്ത് മുൻ അംഗം ജിൻ മാവേലി, മഴന്നൂർ 2020 കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ തുടങ്ങിയവരാണ് പാർട്ടി വിട്ടത്. ഇവർ കോൺഗ്രസിൽ ചേർന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ രാജിവെക്കുമെന്ന് റസീന പരീദ് പറഞ്ഞു. ലോയൽറ്റി കാർഡിന്റെ മറവിൽ ബിജെപിക്ക് വേണ്ടി സാബു ജേക്കബ് സർവേ നടത്തി. ജാതിമത കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തി. പാർട്ടിയിൽ നിന്നാണ് NDAയിൽ ചേരുന്ന കാര്യം അറിഞ്ഞതെന്നും അവർ പറഞ്ഞു. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല 2020 BJP ബന്ധം. ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇതിപ്പോൾ ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് ഇപ്പോൾ 2020 അവർ കാണുന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലോയൽറ്റി കാർഡ് എന്നുള്ള ഒരു കാർഡിന് വേണ്ടിയിട്ടൊരു സർവേ നടക്കുകയുണ്ടായിരുന്നു. ഈ സർവേയിൽ നമ്മുടെ ജാതി മതം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു കോളുണ്ടായി. പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് അത്ര അത്രയായിട്ട് ചിന്തിച്ചില്ല ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത്. ഇതൊരു റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ഭാഗമായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി തന്ന ഒരു കോളമാണ്. ഇത്രയും ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കോളം ഉണ്ടാക്കിയത്. അതല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതിന് ജാതി മതം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. NDAയിൽ ചേർന്ന ചെയർമാൻ സാബു എം ജേക്കബിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ 2020 പാർട്ടിയിൽ രാജി തുടരുന്നത്. വടവുകോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദ്, ഐക്കരനാട് പഞ്ചായത്ത് മുൻ അംഗം ജിൻ മാവേലി, മഴുവന്നൂർ 2020 കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ തുടങ്ങിയവരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. ഇവർ കോൺഗ്രസിൽ ചേർന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ രാജിവെക്കുമെന്ന് ആണ് ഇപ്പോൾ റസീന പരീദ് പറയുന്നത്. ലോയൽറ്റി കാർഡിന്റെ മറവിൽ ബിജെപിക്ക് വേണ്ടി സാബു ജേക്കബ് സർവേ നടത്തി. ജാതിമത കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തി. വാർത്തയിൽ നിന്നാണ് NDAയിൽ ചേരുന്ന കാര്യം അറിഞ്ഞതെന്നും അവർ പറഞ്ഞു.